മോർണിംഗ് സ്റ്റുഡൻസ്, നമുക്ക് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്നുള്ള ടോപ്പിക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. നൗ ദിസ് വൺ ഈസ് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ. സോ നമ്മുടെ RC കപ്പിൾഡിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ലോ വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിൽ കഴിയും തോറും അതിൻ്റെ എഫക്റ്റീവ് ലോഡ് ഇങ്ങനെ ഡിക്രീസ് ചെയ്യും. ആൻഡ് ആസ് എ റിസൾട്ട് there will be the power gain will be reduced. So ഇതിന് എന്താ വഴിയെന്ന് വെച്ചാൽ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റേജും കഴിയും തോറും അതിൻ്റെ ലോഡ് റെസിസ്റ്റൻസ് അത് ഇൻക്രീസ് ചെയ്യുക. സോ വോൾട്ടേജ് ഗെയിനും പവർ ഗെയിനും ഇൻക്രീസ് ചെയ്യും. സോ ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ യൂസിങ് എ ട്രാൻസ്ഫോമർ കപ്ലിംഗ്. സോ ഈ ഇമ്പിഡൻസ് ചേഞ്ചിങ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ട്രാൻസ്ഫോമർ കപ്ലിങ്ങിനകത്ത് നമുക്ക് നല്ല ഹയർ പവർ ഗെയിൻ കിട്ടുന്നുണ്ട്. സോ ഇവിടെ ഈ സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഒരു സ്കീമാറ്റിക്, അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു സർക്യൂട്ട്, ഒരു ഡീസൻറ്റ് സർക്യൂട്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ കാണുന്നത് ഒരു ട്രാൻസ്ഫോമർ ആണ്. ആ ട്രാൻസ്ഫോമർ വഴിയാണ് ഇത് ഇങ്ങോട്ട് കപ്ലിങ് കൊടുത്തിരിക്കുന്നത്. നൗ ഇവിടെ ഈ ട്രാൻസ്ഫോമർ വഴി കപ്ലിംഗ് വഴി കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു AC സിഗ്നൽ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കുന്നു. നൗ ഇത് ആംപ്ലിഫൈഡ് ആയിട്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് വരുന്നു. ഇനി പ്രൈമറിയിൽ വരുന്ന ആ വോൾട്ടേജിനെ ഈ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫോമർ വരുന്നു. ആൻഡ് ദിസ് ഈസ് ഫെഡ് ടു ദ സെക്കൻഡ് ട്രാൻസിസ്റ്റർ. സോ ഇതുപോലെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ we get a better power gain. സോ ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് വരച്ച് നോക്കാം. സോ ദ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഓഫ് എ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ഈസ് given as follows. So this is the frequency and this is gain. സോ ഗെയിൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കൂടും. ദെൻ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന ഈ ഒരു ട്രാൻസ്ഫോമർ കപ്ലിങ്ങിൻ്റെ ഗെയിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ലോ ഫ്രീക്വൻസി ആകുമ്പോൾ ഈ ലോ ഫ്രീക്വൻസിയിൽ ഇത് ഇൻക്രീസ് ചെയ്തിങ്ങനെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ലോ റിയാക്റ്റൻസ് ഓഫ് ദ പ്രൈമറി ഈസ് ലോ. സോ എന്ത് വരുന്നത് വെച്ചാൽ ഇപ്പോൾ ആ ലോ ഫ്രീക്വൻസിയിൽ പ്രൈമറിയുടെ റിയാക്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ അവിടെ ഗെയിൻ ആദ്യം ഡിക്രീസ് ചെയ്യും. ഹൈ ഫ്രീക്വൻസി പോകുമ്പോൾ ഇവിടെ ഈ കപ്പാസിറ്റൻസ് ഇതിനകത്തുള്ള വൈൻഡിങ് ഈ ട്രാൻസ്ഫോമറിനകത്ത് ഉള്ള വൈൻഡിങ്സ് they act as a bypass condenser and it will reduce the output voltage. സോ ഇങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചില കേസിൽ നോക്കുമ്പോൾ ചില ഫ്രീക്വൻസിയിൽ ഹയർ ഗെയിനും ചില ഫ്രീക്വൻസിയിൽ വളരെ ലോവർ ഗെയിനും, അതായത് ഇതിനടുത്തൊരു കോൺസ്റ്റൻറ്റ് ഗെയിൻ ആയിട്ടല്ല കാണുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഇൻട്രൊഡ്യൂസസ് സം ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ ഇൻ പർട്ടിക്കുലർലി ഇൻ ദ കേസ് ഓഫ് സ്പീച്ച് അതുപോലെ ആൻഡ് മ്യൂസിക്. സോ നമ്മൾ പ്രോപ്പർലി ഡിസൈൻ ട്രാൻസ്ഫോമർ യൂസ് ചെയ്താൽ മാത്രമേ ഒരു ഫെയർലി കോൺസ്റ്റൻറ്റ് ഗെയിൻ നമുക്ക് കിട്ടുകയുള്ളൂ. സോ അതങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ, പക്ഷെ അങ്ങനെ വളരെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ എക്സ്പെൻസ് എന്നുള്ളത് വളരെ ഹൈ ആണ്. സോ ദ ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഈസ് റിയലി എക്സ്പെൻസീവ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, so the advantages are given by signal. There is no signal or no power is lost in the collector. or base resistor കാരണം അല്ലെങ്കിൽ കളക്ടർ റെസിസ്റ്റർ കാരണം അവിടെ സിഗ്നൽ പവറൊന്നും ലൂസ് ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഗുഡ് ഇംപിഡൻസ് മാച്ചിങ്. സോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് ഇതിൽ ഇംപിഡൻസ് മാച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള എഫക്റ്റീവ് റിയാക്റ്റൻസ് ഓഫ് ദ പ്രൈമറി ഷുഡ് ബി ഈക്വൽ ടു ഔട്ട്പുട്ട് ഇംപിഡൻസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ.
അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേയാണ് ഇതിനകത്തൊരു ഒരു പെർഫെക്റ്റ് ഇമ്പിഡൻസ് മാച്ചിങ് കിട്ടുകയുള്ളൂ. നൗ ഈ ഒരു ഇമ്പിഡൻസ് മാച്ചിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഹയർ ഗെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. സോ ദിസ് പ്രൊഡ്യൂസേഴ്സ് എ ഹയർ ഗെയിൻ ഡ്യൂ ടു ഗുഡ് ഇമ്പിഡൻസ് മാച്ചിങ്. സോ പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അതുപോലെ തന്നെയുണ്ട്. കാരണം ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്നുള്ളത് ഒരു ഫ്ലാറ്റ് കർവല്ല. സോ ഫ്ലാറ്റ് കർവ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ പല സ്ഥലത്തും പല ഫ്രീക്വൻസിയിലും പല ഗെയിനാണ് ഉണ്ടാവുക. സോ ദർ മേ ബി എ ഡിസ്റ്റോർഷൻ ഇൻ ദ സിഗ്നൽ. അപ്പോൾ ചില കേസിൽ നമുക്കതൊരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഹം, അതിൽ നമുക്കിങ്ങനെ കേൾക്കാറുണ്ട് ഒരു മൂളൽ പോലെ, അങ്ങനത്തെ ഒരു ഹം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സിഗ്നൽ അത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. നൗ ഈ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ ലോ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസിൻ്റെ ഗെയിൻ വളരെ കുറവാണ്. സോ ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആർ ലെസ് ആംപ്ലിഫൈഡ് ആസ് കമ്പയർഡ് ടു ദ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. സോ ഇതെല്ലാം അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. സോ ഇത്രയാണ് നമുക്ക് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആംപ്ലിഫയറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നൗ അടുത്തതായിട്ട് നമുക്കുള്ളത് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. സോ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ വളരെ ഈസിയാണ്. സോ ദ സർക്യൂട്ട് ഈസ് given as follows. So there was a transistor. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ സിഗ്നൽ കൊടുക്കണം. സോ ഹിയർ ദർ ഇസ് എൻ RC. ഇവിടെ നിന്ന് നേരെ നെക്സ്റ്റ് ട്രാൻസിസ്റ്ററിലേക്ക് നമ്മൾ കൊടുക്കുന്നു. സോ ഇതിനകത്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു NPN ട്രാൻസിസ്റ്ററാണ് കൊടുത്തതെങ്കിൽ ഇവിടെ ഒരു PNP ട്രാൻസിസ്റ്റർ കൊടുക്കും. സോ ഇവിടെ ഇങ്ങനെ RC വരും ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. സോ ഇവിടെ ഒരു NPN, ഇവിടെ ഒരു PNP ട്രാൻസിസ്റ്റർ. ദെൻ ഇറ്റ് ഈസ് സോ RC, ദെൻ ലൈക്ക് ദിസ്, ദെൻ അഗെയിൻ ഔട്ട്പുട്ട് RC ട്രാൻസിസ്റ്റർ. സോ ഇങ്ങനെയാണ് പോകുന്നത്. സോ ഇത് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയേഴ്സ് കൊടുക്കുന്നത്. സോ അത് മെയിനായിട്ടും ദാറ്റ് ഈസ് ലൈക്ക് ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി ലെസ് ദാൻ 10 Hz സിഗ്നൽസ് ആണെന്നുണ്ടെങ്കിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് എന്താണ്, ആംപ്ലിഫൈങ് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ്, അതുപോലെ തെർമോ കപ്പിൾ കറൻറ്റ്, അങ്ങനത്തെ ടൈപ്പ് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് സർക്യൂട്ട് ഈസ് ദാറ്റ് ദിസ് ഈസ് സിമ്പിൾ ആൻഡ് ദർ വിൽ ബി മിനിമം യൂസ് ഓഫ് റെസിസ്റ്റേഴ്സ്. സോ അഡ്വാൻറ്റേജസ്: സിമ്പിൾ ആൻഡ് minimum use of resistors. ഇതിന് അടുത്തതെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ലോ കോസ്റ്റ് ഡിവൈസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, this cannot be used for this is not possible for, this cannot be used for higher frequency signals. ആൻഡ് ഇതിന് മറ്റൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ടെമ്പറേച്ചർ വേരിയേഷൻസ് കാരണം ഷിഫ്റ്റ് ചെയ്യും. സോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. സോ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം 3 തരം കപ്ലിങ്. സോ ദർ ആർ 3 types of couplings. The first one is RC coupling. The another one is transformer coupling, and another one is direct coupling. So
നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് എക്സലൻറ്റ് ഇൻ ദ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച്. പക്ഷേ ട്രാൻസ്ഫോമർ കപ്ലിങ്ങും വളരെ മോശമാണ്. ആൻഡ് ഓഡിയോ ഫ്രീക്വൻസിയിൽ ഡയറക്റ്റ് കപ്ലിങ്ങും ഇറ്റ് ഈസ് ഗുഡ്. മറ്റൊന്ന് നോക്കാം. അടുത്തത് കോസ്റ്റ്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ RC കപ്ലിങ് ലെസ് എക്സ്പെൻസീവാണ് ആൻഡ് ട്രാൻസ്ഫോമർ കപ്ലിങ് ഈസ് മോർ എക്സ്പെൻസീവ് ആൻഡ് ഡയറക്റ്റ് കപ്ലിങ് ഈസ് ലീസ്റ്റ് എക്സ്പെൻസീവ്. ഇനി ഇതിൻ്റെ സൈസ് ബൾക്കി ആണോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സ്പേസ് ആൻഡ് വെയ്റ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ കുറഞ്ഞ സൈസേ എടുക്കുകയുള്ളൂ. ഒരു ട്രാൻസ്ഫോമർ കപ്പിളിങ്ങിനകത്ത് നമുക്ക് ഒരുപാട് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത് കാരണം ഇത് കൂടുതൽ സ്പേസ് അതെല്ലാം എടുക്കും. ആൻഡ് ഡയറക്റ്റ് കപ്ലിംഗ് ടേക്സ് ലീസ്റ്റ്. അടുത്തത് ഇംപിഡൻസ് മാച്ചിങ്. ദിസ് ഈസ് നോട്ട് ഗുഡ്. അതായത് RC കപ്ലിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇംപിഡൻസ് മാച്ചിങ് വളരെ മോശമാണ്. ട്രാൻസ്ഫോമർ കപ്ലിങ്ങിന് എക്സലൻറ്റ് ഇംപിഡൻസ് മാച്ചിങ്, ഡയറക്റ്റ് കപ്ലിങ്ങിന് ഗുഡ് ഇംപിഡൻസ് മാച്ചിങ്. അതായത് റീസൺ ഏറ്റവും നല്ലത് ട്രാൻസ്ഫോമർ കപ്ലിങ്ങും, അപ്പോൾ ഏറ്റവും മോശം ഇരിക്കുന്നത് RC കപ്ലിങ്. യൂസ് നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ്റെ കേസിൽ അത് RC കപ്പിളാണ് സാധാരണ യൂസ് ചെയ്യുക. പവർ ആംപ്ലിഫിക്കേഷൻ്റെ കേസിൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. ദെൻ ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് കപ്ലിംഗ്. സോ ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡയറക്റ്റ് കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഈ മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്നുള്ള ആ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ പലതരത്തിലുള്ള പല ക്വസ്റ്റ്യൻസ് വരാം. നമുക്ക് ഇതെല്ലാം നമ്മുടെ essay ആയിട്ടോ പലതരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ് ആൻഡ് വാട്ട് ആർ ദ കപ്ലിംഗ് അവൈലബിൾ, എക്സ്പ്ലെയിൻ അബൌട്ട് RC കപ്ലിംഗ്, ട്രാൻസ്ഫോമർ കപ്ലിംഗ്, ഡയറക്റ്റ് കപ്ലിംഗ് ആൻഡ് ദർ യൂസസ്, അങ്ങനെയുള്ള essay പലതും ചോദിക്കാം. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. സോ പലതരം ഡിസ്കഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത് why does an RC coupling give constant gain over mid frequency range? അതൊരു ക്വസ്റ്റ്യനാണ്. സോ എന്തുകൊണ്ടാണ് RC കപ്ലിങ് മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആൻഡ് ദ ലോഡ് ഓഫ് ദ സ്റ്റേജ്. അതന്നെ പറയണം. ട്രാൻസ്ഫോമർ കപ്ലിങ്ങിന് എന്തുകൊണ്ടാണ് പുവർ ഫ്രീക്വൻസി റെസ്പോൺസ് തരുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയണം. അങ്ങനെ പലതരം ക്വസ്റ്റ്യൻസ് നമുക്കത് ചോദിക്കാം. സോ ഇങ്ങനത്തെ തരം ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് നിന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. സോ അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. ഓക്കെ, ഐ ആം ഗോയിങ് ടു സ്റ്റോപ്പ് ഇറ്റ് നൗ. താങ്ക് യു.